അപ്പോൾ നമ്മൾ ഇന്ന് ആവർത്തന ഗുണനം എന്ന ചാപ്റ്ററിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ആവർത്തന ഗുണനം എന്നുള്ള ചാപ്റ്ററിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മളെ സെക്കൻഡത്തെ പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. ആവർത്തന ഗുണനം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ആവർത്തന ഗുണനത്തിന് നമ്മൾ കൃതീകരണം എന്നാണ് പറയാം. അതായത് നമ്മൾ ഒരു നമ്പറെ നമ്മൾ ആവർത്തിച്ച് കൂട്ടുകയാണെങ്കിൽ ഇപ്പൊ ഒരു 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2 ഇത് നമ്മൾ ആവർത്തിച്ച് കൂട്ടുകയാണ് അല്ലെ. ഇതിനെ നമ്മൾ എന്താണ് പറയാ? ഇതിന് നമ്മൾ ചുരുക്കിയിട്ട് നമുക്ക് ഇതിനെ 2നെ 4 പ്രാവശ്യം ഗുണിച്ചിട്ടില്ലേ? അപ്പൊ എന്ത് ചെയ്യാം? 2 ഗുണിക്കണം 4 എഴുതാം അല്ലെ. ഇതിന് നമ്മൾ എന്ത് പറയും? ഗുണനം എന്ന് പറയും. അതേപോലെ ഒരു നമ്പറിനെ ഏതോ ഒരു നമ്പറിനെ, ഏത് നമ്പർ ആയാലും കുഴപ്പമില്ല, ഒരു നമ്പറിനെ നമ്മൾ ആവർത്തിച്ച് ഗുണിക്കുക. ഇപ്പൊ നോക്കി, 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2. ഓക്കെ, ഇങ്ങനെ ആവർത്തിച്ച് ഗുണിക്കുന്നതിന് നമ്മൾ എന്താ പറയാന്ന് പറയാ? കൃതീകരണം എന്നാണ് പറയാം. അപ്പൊ ഒരു സംഖ്യനെ തന്നെ ആവർത്തിച്ച് ഗുണിക്കുന്നതിന് നമ്മൾ കൃതീകരണം എന്ന് പറയും. പിന്നെ നമ്മൾ ഗുണനത്തെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് 4 × 2 നീതിയില്ലേ? അതേപോലെ ഇവിടെ നമ്മൾ എന്താ ചെയ്താലും അറിയാം, 2 കൃതി 4 ഇങ്ങനെയാണ് ഇത്. അതായത് എത്ര പ്രാവശ്യം ഗുണിച്ചു എന്നുള്ളത് മേലെ ചെറുതാക്കിയിട്ട് എഴുതും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? കൃതീകരണം എന്ന് പറയുന്നത്. അതായത് ഒരു സംഖ്യനെ തന്നെ എന്ത് ചെയ്യുക? ആവർത്തിച്ച് വീണ്ടും വീണ്ടും ഗുണിക്കുന്ന ക്രിയക്കാണ് കൃതീകരണം എന്ന് പറയുന്നത്. അവിടെ കണ്ടോ, 2നെ നമ്മൾ 5 പ്രാവശ്യം ഗുണിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് എഴുതി? 2 കൃതി 5. കണ്ടോ, 5നെ ചെറുതാക്കിയിട്ട് മുകളിൽ എഴുതി അല്ലെ. അതേപോലെ 5നെ 3 പ്രാവശ്യം ഗുണിച്ചോ, അപ്പൊ അതിനെന്ത് എഴുതി? 5 കൃതി 3. കൃതി എന്നാണ് അത് വായിക്കല്. 3നെ നമ്മൾ 2 പ്രാവശ്യം ഗുണിച്ചപ്പോ 3 കൃതി 2 അല്ലെ. 10നെ നമ്മൾ 4 പ്രാവശ്യം ഗുണിച്ചു, 10 × 10 × 10 × 10 അല്ലെ. അപ്പൊ എന്താ പറയാ? 10 കൃതി 4. ഇതാണ് എന്ത്? നമ്മൾ കൃതീകരണം, അതായത് ആവർത്തിച്ച് ഗുണിക്കുന്നതിന് നമ്മൾ കൃതീകരണം എന്ന് പറയും. അതിന്റെ ഉത്തരം ഇതാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ മേലെ ചെറുതാക്കി എഴുതല്ലോ എത്ര പ്രാവശ്യം ഗുണിച്ചു എന്നുള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? കൃത്യംഗം എന്ന് പറയാ. അപ്പൊ ഇവിടെ 3 ഉണ്ട് അല്ലെ. 7 കൃതി 3, 7നെ 3 പ്രാവശ്യം ഗുണിച്ചപ്പോ 7 കൃതി 3 എഴുതി അല്ലെ. ഇതില് 3 എന്ത്? 3 കൃത്യംഗം. അതേപോലെ 5നെ നമ്മൾ 5 പ്രാവശ്യം ഗുണിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതില് 5നെ 5 പ്രാവശ്യം ഗുണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്തു? 5 കൃതി 5 അല്ലെ. അപ്പൊ എന്താണ്? ആ കൃതി എത്ര പ്രാവശ്യം ഗുണിച്ചു എന്ന് എഴുതുന്നില്ലേ? അതാണ് എന്ത്? നമ്മൾ അതിന് കൃത്യംഗം എന്ന് പറയാം. ഓക്കെ, പിന്നെ 2നെ നമ്മൾ 2 പ്രാവശ്യം ഗുണിച്ചപ്പോ അതിനെന്ത് എഴുതി? 2 കൃതി 2 എന്ന് എഴുതി. ഇതില് ചെറിയ 2 ഉണ്ടല്ലോ മേലിടുന്ന, അതാണ് കേട്ടോ കൃത്യംഗം. ഓക്കെ, ഇനി ഓരോന്നും ഓരോ കൃതികളാണ്. നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ 2ന് 1 പ്രാവശ്യം എഴുതിയാല് നമ്മൾ എന്ത് ചെയ്തു? 2 എന്ന് പറഞ്ഞാൽ 2 കൃതി 1. 2ന് 1 പ്രാവശ്യം ഗുണിച്ചു. ഇനി 2 × 2, അതിന് നമ്മൾ എന്ത് പറയും? 2 കൃതി 2. ഓക്കെ, ഇനി 2ന് നമ്മൾ 3 പ്രാവശ്യം ഗുണിച്ചു. അതിന് നമ്മൾ എന്ത് പറയും? 2 കൃതി 3 എന്ന് പറയല്ല അല്ലെ. അപ്പൊ ഇങ്ങനെ ഓരോന്ന് എഴുതുമ്പോൾ ഈ മോളത്തതുണ്ടല്ലോ ഇല്ലേ, അതിന് നമ്മൾ എന്താ പറയാ അറിയാം? 2ന്റെ 1-ാം കൃതി എന്ന് പറയും. അതായത് 2 എന്ന് പറഞ്ഞാല് 2ന്റെ 1-ാം കൃതിയാണ്. 2 എന്ന് പറഞ്ഞാല് 2ന്റെ 1-ാം കൃതിയാണ്. ഇനി 2 × 2 ചെയ്യാം. അതെന്താണ്? 2 കൃതി 2. ഇത് 2ന്റെ 2-ാം കൃതിയാണ്. 2ന്റെ 2-ാം കൃതി ഏത് നമ്പറാന്ന് അറിയാം? സംഖ്യ എന്നറിയാം. 2 × 2 എന്ന് പറഞ്ഞാൽ 4 അല്ലേ. അപ്പൊ 2 കൃതി 2 എന്ന് പറഞ്ഞാല് 4 ആണ്. അപ്പൊ 4 എന്ത്? 2ന്റെ 2-ാം കൃതി 4. ഓക്കെ, ഇനി 2ന്റെ 3-ാം കൃതി എഴുതി വെക്കാം. 2 × 2 × 2 × 2 അല്ലെ. അത് നമ്മൾ എന്ത് പറയും? 2 × ആദ്യം 2 × 2 4 ചെയ്യാം അല്ലെ. ഈ 4ന് നമ്മൾ അടുത്ത സംഖ്യ കൊണ്ട് ഗുണിക്കല് അല്ലെ. 4 × 2 8, അല്ലാതെ 3 2 6 എഴുതരുത് കേട്ടോ. അപ്പൊ 8 എന്ത്? 2ന്റെ 3-ാം കൃതി. 2ന്റെ 3-ാം കൃതി എന്താണ്? 8. ഇനി 2ന്റെ 4-ാം കൃതി എഴുതി വെക്കാം. 2 × 2 × 2 × 2 അല്ലെ. ഇതെന്ത് വരും? 2 × 2 4, 4 × 2 8, 8 × 2 16 അല്ലെ. അപ്പൊ 2 കൃതി 4 എന്ന് പറഞ്ഞാല് അത് 16 ആണ്. അതായത് 2ന്റെ 4-ാം കൃതി എന്ന് പറയുന്നത് ഏതാണ്? 16 ആണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇത് കണ്ടോ, അവിടെ 7ന്റെ 4-ാം കൃതി കൊടുത്തിട്ടുണ്ട്, 3ന്റെ 2-ാം കൃതി 9 ആണെന്ന് കൊടുത്തിട്ടുണ്ട്, 2ന്റെ 3-ാം കൃതി 8 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തും പറഞ്ഞിട്ടുണ്ട്, ഏത് സംഖ്യയും അതിന്റെ തന്നെ 1-ാം കൃതിയാണ് അല്ലെ. ഇപ്പൊ 2 എഴുതിയപ്പോ 2 2ന്റെ 1-ാം കൃതിയാണ് അല്ലെ.
മൂന്നിന് എഴുതിയ മൂന്നേ കൃതി ഒന്നിന് എഴുതിയിട്ട് മൂന്നാണ്. അല്ല, മൂന്നാണ് എന്ത്? മൂന്നിന്റെ ഒന്നാം കൃതി. അതാണ് കേട്ടോ പറഞ്ഞത്. ക്ലിയർ ആയത്? ഇനി നമുക്ക് ഇതേപോലെ ഒരു സംഖ്യനെ പിരിച്ചെഴുതാൻ അറിയണം. അതായത് കൃതിയാക്കിയിട്ട് എഴുതുക എന്ന് പറയും. അപ്പൊ 243 മൂന്നിന്റെ കൃതിയാക്കിയിട്ട് എഴുതുക എന്ന് പറഞ്ഞില്ലേ? അതേമാതിരി കണ്ടോ 576 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതുക പറഞ്ഞില്ലേ? അതൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം എന്ത് ചെയ്യാ? 243 ചെയ്ത് നോക്കാം. മൂന്നിന്റെ അതായത് 128 പിരിച്ചെഴുതുക എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് കേട്ടോ, കൃതിയാക്കി എഴുതുക എന്നാണ്. അപ്പൊ 243 നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മള് പിരിച്ചെഴുതാണ്. ഓക്കെ, 243 ഗുണിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ സംഖ്യ. നമ്മളോട് മൂന്നിന്റെ കൃതിയൊക്കെ അല്ലേ എഴുതാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് 3 കൊണ്ട് ഹരിക്കുക. 240 നമ്മള് ഘടകങ്ങൾ കാണൂലേ? അപ്പൊ 243 3 കൊണ്ട് ഗുണിക്കുമ്പോ എന്ത് കിട്ടും? നമുക്ക് 81 കിട്ടുക. ഓക്കെ, ഈ 81 നമുക്ക് 3 കൊണ്ട് ഗുണിച്ചൂടെ? ഇല്ലേ? 81 3 കൊണ്ട് ഗുണിക്കുമ്പോ എന്താ വരിക? 27 അല്ലേ വരിക? അല്ലെ? 27 വരിക. 27 നമുക്ക് 3 കൊണ്ട് ഗുണിക്കാം, ഹരിക്കാം. അല്ലെ, ഹരിക്കാണ്. 27 നമ്മൾ 3 കൊണ്ട് ഹരിക്കുമ്പോ എന്ത് വരും? 9 വരും. അല്ലെ? 9 നമുക്ക് വീണ്ടും 3 കൊണ്ട് ഹരിക്കാം. അപ്പൊ എന്ത് വരും? ബാക്കി 3 വരും. ഇനി ഒന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര 3 ഉണ്ട്? 1 2 3 4 5 അല്ലെ? അപ്പൊ എന്താണ്? 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 അല്ലെ? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 3 കൃതി 5. 3 കൃതി 5 എഴുതിക്കൂടെ? അപ്പൊ എന്താണ്? 243 എന്ന് പറഞ്ഞാല് 3 കൃതി 5 ആണ്. അതായത് 3ന്റെ 5-ാം കൃതിയാണ് 243. അപ്പൊ 243 3ന്റെ കൃതി എഴുതുക പറഞ്ഞാല്, അല്ലെങ്കിൽ ഏതൊക്കെ ഒരു സംഖ്യ ഇതേപോലെ കൃതിയൊക്കെ എഴുതാന്നോ പിരിച്ചെഴുതാന്നോ അങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ഹരിച്ച് ഘടകം കണ്ടുകൊണ്ട് പോയിക്കൊണ്ട് ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് അടുത്ത സംഖ്യ കണ്ടോ? 576 പറഞ്ഞോ? 576 അല്ലെ? 576 നമുക്ക് 2 കൊണ്ട് ഹരിച്ചൂടെ? അല്ലെ? 576 നമുക്ക് 2 കൊണ്ട് ഹരിച്ചൂടെ? ആ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 288 ആണ് കിട്ടുക. 250 വീണ്ടും നമുക്ക് 2 കൊണ്ട് ഹരിച്ചു നോക്കാം. അപ്പൊ എന്ത് കിട്ടും? 144 കിട്ടും. അല്ലെ? 144 നമുക്ക് വീണ്ടും 2 കൊണ്ട് ഹരിച്ചു നോക്കാം. അല്ലെ? എന്ത് കിട്ടും? 72 കിട്ടും. അല്ലെ? 72 നമുക്ക് വീണ്ടും 2 കൊണ്ട് ഹരിച്ചു നോക്കാം. എന്ത് കിട്ടും? നമുക്ക് 36 കിട്ടും. അല്ലെ? 36 വീണ്ടും നമുക്ക് 2 കൊണ്ട് ഹരിച്ചു നോക്കാം. എന്ത് കിട്ടും? 36 നമ്മൾ 2 കൊണ്ട് ഹരിച്ചാല് 18 അല്ലേ കിട്ടുക? 18 വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് 9 കിട്ടും. 9 നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 9 നമ്മൾ 3 കൊണ്ട് ഹരിക്കും. അല്ല, അപ്പൊ എന്ത് കിട്ടും? ആൻസർ 3 നമുക്ക് ആൻസർ കിട്ടുക. അല്ലെ? 3 അല്ലേ നമുക്ക് ആൻസർ കിട്ടുക. ഇപ്പൊ ഏതൊക്കെയാ നമുക്ക് കിട്ടി? അല്ലെ? എത്ര 2 ഉണ്ട്? 1 2 3 4 5 6 2 ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു എത്ര ഉണ്ടായി? 6 ഉണ്ടായി അല്ലെ? ഇല്ലേ? പിന്നെ എന്തുണ്ട്? ബാക്കി 2 3 കൂടി ഉണ്ടല്ലോ, ഇൻറ്റു 3 ഇങ്ങനെ എഴുതിക്കൂടെ? ഇല്ലേ? അപ്പൊ ഇതിനെ എന്ത് എഴുതാം? 6 2 ഉണ്ടായതുകൊണ്ട് 2 കൃതി 6 എന്ന് എഴുതാം. അല്ലെ? എന്ത് ചെയ്യണ്ട? ഒന്ന് മായ്ക്കണ്ട. എന്ത് ചെയ്താം? 2 6 ആണ്. അപ്പൊ 6 2 അപ്പൊ 2 കൃതി 6 ഇൻറ്റു 3 കൃതി 2. 2 3 ഉണ്ടായത്. അപ്പൊ 576 നമുക്ക് എങ്ങനെ എഴുതാം? 2 കൃതി 6 ഇൻറ്റു 3 കൃതി 2 എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി ഒക്കെ എഴുതാന്ന് പറഞ്ഞാൽ കൃതിയാക്കിയിട്ട് ഇങ്ങനെ തിരിച്ചെഴുതലാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്? എന്താ കണ്ടോ? കുറച്ച് ഹോംവർക്കുകൾ തന്നിട്ടുണ്ടായിരുന്നു. 125, 72, 100 അതേപോലെ നിങ്ങൾക്ക് പറ്റുന്നത് കൊണ്ട് പിരിച്ചെഴുതി നോക്കുക. ഓക്കെ, അതായത് 2 കൊണ്ടോ 3 കൊണ്ടോ ആയതുകൊണ്ടാണ് ഹരിക്കാൻ പറ്റണത്. അതുകൊണ്ട് ഹരിച്ചിട്ട് എഴുതി നോക്കുക കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റും. അടുത്തത് വന്നിട്ട് ഭിന്നസംഖ്യകളുടെ കൃതികളാണ്. ഭിന്നസംഖ്യ കൃതിയായിട്ട് വന്നാൽ എങ്ങനെയാ ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റത്തെ കണ്ടോ? 1/2 കൃതി 2 അല്ലെ? 1/2 കൃതി 2. ഇതിനെങ്ങനെ എഴുതുന്നറിയോ? 1 കൃതി 2. ഈ കൃതി 2 എന്നുള്ളത് 1നും അതേപോലെ തന്നെ താഴെയുള്ള 2നും ബാധകമാണ്. 2 സംഖ്യകൾക്കും ബാധകമാണ്. അപ്പൊ എന്ത് എഴുതാം? 1 കൃതി 2 ബൈ 2 കൃതി 2 എന്ന് എഴുതാം. അല്ലെ? 1 കൃതി 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു 1 അല്ലേ? 1നെ 2 പ്രാവശ്യം ഗുണിക്കുക. 2 കൃതി 2 എന്ന് പറഞ്ഞാലോ 2 ഗുണിക്കണം 2.
അല്ലേ? 1/1 എന്ന് പറഞ്ഞാൽ 1 ബൈ 2 × 2 എന്ന് പറഞ്ഞാൽ 4 2 2 4 അല്ലേ? അപ്പൊ 1/2 കൃതി 2 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്? 1/4 ഓക്കെ, ഇതാണ് എന്ത് അതിന്റെ ആൻസർ വരിക. ഇനി അതേപോലെ എന്താണ് ഇത് കണ്ടോ, അവിടെ കണ്ടോ 3/4 കൃതി 4 എഴുതിയത് കണ്ടോ? ഓക്കെ, അതവിടെ തന്നിട്ടുണ്ട്. ഇനി വേറെ ഒന്ന് നോക്കാം. ഇത് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കണേ. 1/2 കൃതി 2 രണ്ടല്ല, നമുക്ക് 3 എഴുതി വെക്കാം. കൃതി 3 എഴുതി വെക്കാം. എല്ലാതും ആണല്ലോ ചെയ്യാം. അപ്പോ ഈ 1/2 ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഷോർട്ട് ആക്കണം. എങ്ങനെ നമുക്ക് ഷോർട്ട് ആക്കാം? നമുക്കറിയണേ 1 2 കൊണ്ട് ഗുണിച്ചിട്ട് അതിലേക്ക് 1 കൂട്ടാം അല്ല, മേലത്തെ കൂട്ടല്ലേ? അപ്പൊ 1 × 2 2 പ്ലസ് 1 അല്ല ബൈ 2 എന്ത് വരും? 3/2 ആണ് എന്ത്? 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/2 അല്ലെ? അപ്പൊ ഈ 1/2 കൃതി 3 എന്ന് പറഞ്ഞാല് എന്താണ്? അത് 3/2 കൃതി 3 ആണ് അല്ലെ? അത് നമുക്ക് എങ്ങനെ എഴുതാം? 3 കൃതി 3 ബൈ 2 കൃതി 3 എന്ന് എഴുതാം അല്ലെ? 3 കൃതി 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 3 × 3 2 കൃതി 3 എന്ന് പറഞ്ഞാലോ 2 × 2 × 2 അല്ലെ? 3 കൃതി 3ന്റെ ഉത്തരം 3 കൃതി 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 3 9 9 3 27 ഡിവൈഡഡ് ബൈ 2 × 2 4 4 × 2 8. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? 27/8. അങ്ങനാണ് അത് ചെയ്യേണ്ടത് കേട്ടോ. അതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഇനി അതേപോലെ ദശാംശ സംഖ്യകളുടെ എന്ത് വരുന്നുണ്ട്? കൃതികൾ വരുന്നുണ്ട്. കണ്ടോ? 0.25 കൃതി 2 എഴുതിയത് കണ്ടോ? അപ്പൊ ഇതിൽ എന്താണെന്ന് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ 0.25 എന്നൊക്കെ എഴുതുമ്പോ ഈ പോയിന്റ് പറഞ്ഞാണ്ട് മായ്ച്ചളയാ. അപ്പൊ അതിൽ ബാക്കി എന്താ ഉള്ളത്? 25 മാത്രല്ലേ? അപ്പൊ ഈ 25 മാത്രത്തിൽ പിന്നെ നമുക്ക് അതിൽ 25 കൃതി കാണാം. ഈ 25 എന്ത് ചെയ്ത് നോക്കാം? 20.5 0.25 കൃതി 2 അല്ലേ? അപ്പൊ നമ്മൾ 25 കൃതി 2 ചെയ്ത് നോക്കാം. അതെന്താണ്? 25 × 25 അല്ലേ? 25 × 25 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 625 ആണ് കിട്ടുക നമുക്ക് ആൻസർ അല്ല. 25 × 25 എന്ന് പറഞ്ഞാൽ 625 ആണ് ആണല്ലോ. അപ്പൊ ഇതിൽ നോക്കുക, ഇവിടെ 2 സംഖ്യ പോയിന്റിന്റെ അപ്പുറത്തുണ്ട്, ഇവിടെ 2 സംഖ്യ പോയിന്റിന്റെ അപ്പുറത്തുണ്ട് അല്ലെ? അപ്പൊ ഉത്തരത്തിൽ ആകെ പോയിന്റിന്റെ അപ്പുറത്തേക്ക് 4 സംഖ്യകൾ വേണം. ഓക്കെ, പോയിന്റിന്റെ അപ്പുറത്തേക്ക് 4 സംഖ്യകൾ വേണം. അപ്പൊ ഇവിടെ 3 സംഖ്യകളായല്ല. അപ്പൊ ഒരു 0 കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. പിന്നെ എന്താ വേണം? നിങ്ങൾക്ക് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് സംഖ്യകളുടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ 0.5 കൃതി 2 കണ്ടോ അവിടെ ആ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്? അപ്പൊ എന്താണ് 0.5 കൃതി 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഏത് 3 വിചാരിക്കുക. 0.5 കൃതി 3 വിചാരിക്കുക. ഇവിടെ 2 മീൻസ് 3 ഇട്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാ. അപ്പൊ എന്താ വരിക? 0.5 × 0.5 × 0.5 അല്ല? അപ്പൊ എന്താണ്? നമ്മൾ ഈ 0 ഒക്കെ ഇവിടെ പോയിന്റ് ഒക്കെ മായ്ച്ചോളെ. അപ്പൊ എന്താ ഉള്ളത്? 5 × 5 × 5 ഇതാണല്ലോ ഉള്ളത് അല്ലെ? അപ്പൊ ഈ 5 × 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 25 ആണ്. 25 × 5 എന്ന് പറഞ്ഞാലോ 125 ആണ്. ഓക്കെ, അപ്പൊ ഈ 125 നോക്കി 0.5 × 0.5 നീക്കുമ്പോ പോയിന്റില് എത്ര സംഖ്യകൾ വേണം പുറത്തേക്ക്? ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പൊ ടോട്ടൽ 3 സംഖ്യകൾ പോയിന്റിന്റെ പുറത്തേക്ക് വേണമല്ലേ? അപ്പൊ ഇവിടെ 1 2 3 ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? അവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ? 0.5 കൃതി 3ന്റെ ആൻസർ 0.125. ഓക്കെ, ഇങ്ങനെയാണ് ദശാംശ സംഖ്യകൾ ചെയ്യല്. ഓക്കെ അല്ലത്? ഇനി ഇങ്ങനെ നോക്കി 2 ദശാംശ സംഖ്യകളെ കൃതികളാക്കി എഴുതണത് കണ്ടോ? 96 എഴുതിയിട്ടുണ്ട്, 144 നേരത്തെ മിസ് ചെയ്തല്ലോ. അപ്പൊ ഈ 96 × 144 വന്നാല് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 കൃതി 5 അല്ലെ? എന്താണ്? ഈ 2 കൃതി 5 × 2 കൃതി 5 × 3 ഇൻറ്റു ഏതാണ്? 2 കൃതി 4 × 3 കൃതി 2 ചെയ്യണം അല്ലെ? അപ്പൊ ഇതൊക്കെ കൂടി ഗുണിച്ചിട്ട് ഇങ്ങനെ എഴുതണം. ഇത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അതായത്
കൃതികൾ തമ്മിൽ ഗുണിക്കുമ്പോൾ എന്താണ് വരുന്നത് അത് മിസ് പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് നമ്മളെ ആദ്യത്തെ ഗുണന നിയമം. എന്താണ്? ഇപ്പൊ ഒരു സംഖ്യന്റെ, അതായത് ഒരേ ഒരു സംഖ്യന്റെ രണ്ട് കൃതികൾ തമ്മിൽ ഗുണിക്കണം വിചാരിക്കാം. ഇപ്പം ഒരു സംഖ്യ രണ്ടാണ് വിചാരിക്കാം. ഇപ്പൊ നോക്ക്, ഇവിടെ കണ്ടോ, എക്സ് കൃതി എം ഇൻറ്റു എക്സ് കൃതി എൻ കണ്ടോ? അതിനെങ്ങനെ എഴുതും നമ്മള്? എക്സ് കൃതി എം പ്ലസ് എൻ അല്ലെ? എങ്ങനെയെന്ന് മിസ് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഫസ്റ്റ് ഇവിടെ കണ്ടോ, 3 കൃതി 2 ഇൻറ്റു 3 കൃതി 3, അതായത് 3ന്റെ രണ്ടാം കൃതിയും 3ന്റെ മൂന്നാം കൃതിയും തമ്മിൽ ഗുണിക്കുകയാണ് അല്ലെ? അപ്പൊ അതിനെ എങ്ങനെ എഴുതാം നമുക്ക്? 3 കൃതി 2 ഇൻറ്റു 3 കൃതി 3 എന്ന് പറഞ്ഞാല് ഈക്വൽ ടു 3 കൃതി 2 പ്ലസ് 3. അങ്ങനെ എഴുതാം. ഈ കൃതിയും ഈ കൃതിയും ഈ കൃതിയും തമ്മിൽ കൂട്ടിയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ എന്താണ് വരിക? 3 കൃതി 2 കൂട്ടണം 3 പറഞ്ഞാൽ 5 അല്ലേ? അപ്പൊ അതിന്റെ ഉത്തരം എന്താണ് വരിക? 3 കൃതി 5 ആണ്. 3 കൃതി 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ് അല്ലെ? ഇത് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ കിട്ടും 3 ഇൻറ്റു 3 9 അല്ലെ? 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 3 27, 27 ഇൻറ്റു 3 81, 81 ഇൻറ്റു 3 എന്താണ്? 243 അല്ലെ? അതായത് 3 കൃതി 2 ഇൻറ്റു 3 കൃതി 3 എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? 243 ആണ്. അപ്പൊ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ഗുണന നിയമം. എന്ത്? ഒരേ സംഖ്യന്റെ രണ്ട് കൃതികൾ തമ്മിൽ ഗുണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ കൃതികൾ തമ്മിൽ കൂട്ടി എഴുതിയാൽ മാത്രം മതി. അതാണ് എന്ത്? ഫസ്റ്റത്തെ ഗുണന നിയമം. ഇനി വേറൊന്നും കൂടി ഉണ്ട്. ഇതാണ് നമ്മളെ രണ്ടാമത്തെ ഗുണന നിയമം. അതായത് രണ്ട് വ്യത്യസ്ത സംഖ്യകളെ ഒരേ കൃതികളെ കൂട്ടാണ് അല്ല ഗുണിക്കാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ രണ്ട് സംഖ്യകളും ഗുണിച്ചിട്ട് അതിന്റെ കൃതി കണ്ടാൽ മതി. നമുക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ്. ഇവിടെ കണ്ടോ, 2 3, 2 കൃതി 3 ഇൻറ്റു 3 കൃതി 3 കൊടുത്തിട്ടുണ്ട് അല്ലെ? അതായത് 2ന്റെ മൂന്നാം കൃതിയും 3ന്റെ മൂന്നാം കൃതിയും, 2ന്റെ മൂന്നാം കൃതിയാണ് കാണേണ്ടത് അല്ലെ? രണ്ട് നമ്പറിന്റെ മൂന്നാം കൃതിയാണ് കാണേണ്ടത്. അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടത്? 2 കൃതി 3 ഇൻറ്റു 3 കൃതി 3 എന്ന് പറഞ്ഞാല് എന്ത് ചെയ്യാന്നറിയോ? 2 ഇൻറ്റു 3 കൃതി 3 ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 3 6 ആണ് അല്ലെ? അപ്പൊ 6 കൃതി 3, 6 കൃതി 3 എന്താ മതി? 6 കൃതി 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ഇൻറ്റു 6 ഇൻറ്റു 6 ആണ് അല്ലെ? അതെന്താണ് വരിക? 6 ഇൻറ്റു 6 36 വരും. 36 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 216 ആണ്. അപ്പൊ എന്താണ്? 2 കൃതി 3ഉം 3 കൃതി 3ഉം ഗുണിച്ചാൽ നമുക്ക് എന്താണ് കിട്ടുക? 216 ആണ് കിട്ടുക. എങ്ങനെ കിട്ടിയത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഓക്കെ, അതേപോലെ തന്നെ അവിടെ 5 കൃതി 2ഉം 8 കൃതി 2ഉം, അതായത് 5ന്റെ രണ്ടാം കൃതിയും 8ന്റെ രണ്ടാം കൃതി. അപ്പൊ എന്താണ് വരിക? 5 ഇൻറ്റു 8 കൃതി 2, 5 8 എന്താണ്? 40 ആണ് അല്ലെ? അപ്പൊ എന്താണ് വരിക? 40 കൃതി 2 അല്ലെ? എന്താണ്? 40 ഇൻറ്റു 40 ആണ് വരിക. എന്താണ് അതിന്റെ ഉത്തരം വരിക? എന്താണ് വരിക? 1600 അല്ലെ? 1600 ആണ് എന്ത് വരിക? 40ന്റെ രണ്ടാം കൃതി. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം വരിക. ഓക്കെ, ക്ലിയർ ആയോ? അത് പോലെ തന്നെ എന്താണ് നമ്മളെ ഗുണന നിയമത്തിൽ മൂന്നാമത്തെ നിയമമാണ് എന്ത്? രണ്ട് വ്യത്യസ്ത സംഖ്യകളുടെ വ്യത്യസ്ത കൃതികൾ. അതായത് കൃതികളും സെയിം ഇല്ല. ഇതാണ് വരുന്നത്. അതായത് രണ്ട് സംഖ്യകളാണ്. ഇവിടെ ഒന്നാമത്തെ ഉദാഹരണം കണ്ടോ, 5ന്റെ രണ്ടാം കൃതി 3ന്റെ രണ്ടാം കൃതി. അതായത് സംഖ്യകളും സെയിം അല്ല, കൃതികളും സെയിം അല്ല അല്ലെ? അപ്പൊ അത് എന്ത് ചെയ്യാ? അത് അതേപോലെ തന്നെ ചെയ്യണം. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് 5ന്റെ രണ്ടാം കൃതി എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 25 അല്ലെ? 3ന്റെ നാലാം കൃതി എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്താണ് വരിക? 3 ഇൻറ്റു 3 9, 9 3 27, 27 ഇൻറ്റു 3 81 അല്ലെ? 81 ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ് വരിക? 25 ഇൻറ്റു 81 ചെയ്താലാണ് എന്ത് കിട്ടുക? ഇതിന്റെ ഉത്തരം കിട്ടുക. അപ്പൊ മൂന്നാമത്തെ ഗുണന നിയമത്തിൽ നമ്മൾ പ്രത്യേകം സോൾവ് ഒന്നും ചെയ്യുമ്പോൾ വഴിയൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തെന്നെ ചെയ്യണം? നമ്മൾ അതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. അതാണ് മൂന്നാമത്തെ നിയമം. ഓക്കെ, ഇനി അതേപോലെ തന്നെ എന്തുണ്ട്? നമ്മൾ ഈ കൃതികളെ ഹരണ നിയമം ഉണ്ട്
നമ്മൾ ഗുണന നിയമം ചെയ്ത പോലെ തന്നെ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. അതായത് ഇവിടെ കണ്ടോ, എക്സ് റൈസ് ടു എം ഹരിക്കണം എക്സ് റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എം മൈനസ് എൻ. അതായത് ഇപ്പൊ ഇവിടെ ഫസ്റ്റത്തെ ഉദാഹരണം നോക്കി, 5/4 ഡിവൈഡഡ് ബൈ 5/2 അല്ലെ. ഇത് നമ്മൾ എന്ത് ചെയ്യണം, 5/4 മൈനസ് 2. അപ്പൊ എന്ത് വരും, 5/2 അല്ലെ. എന്താണ് 5/2 എന്ന് പറഞ്ഞാല് 5 × 5 25 ആണ് വരിക. അപ്പൊ എന്താണ് ഇതിന്റെ ഉത്തരം, 25 ആണ് വരിക. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യാ, ഹരണ നിയമം ചെയ്യട്ടോ. ഹരണ നിയമം ചെയ്യാൻ ഗുണന നിയമം ചെയ്യുമ്പോൾ തന്നെ എന്താണ്, സിമ്പിൾ ആണ്. ഇനി ഇതിൽ വേറൊരു നിയമം കൂടി ഉണ്ട്, പറഞ്ഞുതരാം. നോക്കിപ്പോ നേരത്തെ വന്ന് രണ്ട് ഒരേപോലത്തെ സംഖ്യകളല്ലേ, ഇപ്പൊ ഇവിടെ രണ്ട് വ്യത്യസ്ത സംഖ്യകൾ വന്നെന്ന് വിചാരിക്കാം. ഉദാഹരണം നോക്കി, 2/2 ബൈ 3/2. ഇതിൽ എന്താണ്, കൃതികൾ രണ്ടും ഒന്നാണ് അല്ലെ, കൃതികൾ രണ്ടും ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, 4/3 കൃതി 2 എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ ഉത്തരം കിട്ടും കേട്ടോ. ഇത് നമ്മൾ ഭിന്ന സംഖ്യകളെ കൃതി ചെയ്തപ്പം നമ്മളിത് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടില്ലേ, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്, ഇതൊക്കെ സിമ്പിൾ ആണ്, ഇത് ഇത്രേ ഉള്ളൂ. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഇത്രേ പറയുന്നുള്ളൂ കേട്ടാ.